ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കോറിയാസിസ് എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ് ഇത്. പലർക്കും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, ഇത് നമ്മളെ മണ്ണിൽ പിടിക്കുമോ, ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് ഇത് പിടിച്ച് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എൻ്റെ കയ്യിൽ കുറേ നാളുകളുണ്ട് ഈ പ്ലാന്റ്. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് നിലത്തായിട്ടും നമുക്ക് ചട്ടിയിലും എല്ലാം വെച്ച് വളർത്താൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ്. എപ്പോഴും വീട്ടുമുറ്റത്ത് നിറയെ ഫ്ലവർ കാണും ഈ പ്ലാന്റ്. ഇത് മഴയായാലും വെയിലായാലും ഒരു കുഴപ്പമില്ല. ഓവറായിട്ട് ഉള്ള മഴ മാത്രം ഇതിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കിപ്പോൾ 2-3 ദിവസം കൊണ്ട് എന്നും ഡെയിലി വൈകിട്ടാകുമ്പോൾ മഴയാണ്. മഴ പെയ്തത് കാരണം ചെടിയെല്ലാം ചരിഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിക്കണേ. എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജമന്തി ചെടി പോലെ, ബന്ദി ചെടി പോലെയൊക്കെ ഇത് ചാഞ്ഞു പോകും. ഫ്ലവറിന് വെയിറ്റ് ഇല്ലെങ്കിലും പെട്ടെന്നങ്ങ് ചാഞ്ഞു പോകാറുണ്ട്. അല്ലാതെ പെട്ടെന്നൊന്നും ഈ പ്ലാന്റിൽ പുഴുശല്യം അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ സീഡ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ഇതിൻ്റെ സീഡ് ചിലർക്കൊന്നും പിടിച്ച് കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഫ്ലവറിൽ ഇതിൻ്റെ ഇതാണ് ഫ്ലവർ കഴിഞ്ഞിട്ടുള്ള സീഡ് എന്ന് പറയണത്. ഇതാണ്. ഇതിൽ ഒരുപാടൊന്നും കാണില്ല, 1-2 തൈ ഒരു സീഡിൽ നിന്ന് കിട്ടുള്ളൂ. അത് ശരിക്കും നമുക്ക് പിടിച്ച് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ഭംഗിയായിട്ട് പിടിക്കുന്ന ഇതിൻ്റെ ഫ്ലവർ തീരുമ്പോൾ നമ്മളിതിൻ്റെ സീഡ് ശേഖരിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമുക്കിത് പാവി കൊടുക്കാം. നിലത്തായാലും ചട്ടിയിലായാലും ഇതുപോലെ ഒരുമിച്ച്. ഇതിപ്പോൾ ഞാൻ ഒരു 4 ചട്ടിയിലാണ് വെച്ചിട്ടുള്ള. നമുക്ക് തറയിൽ വയ്ക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥല പരിമിതിയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നിറയെ ഫ്ലവറായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ധൈര്യമായിട്ട് ഇതിൻ്റെ സീഡൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒരു 3-4 ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്താൽ എപ്പോഴും നമ്മളെ പൂന്തോട്ടം നല്ല മനോഹരമായിട്ടിരിക്കും ഈ പ്ലാന്റ്. ഇതിനെല്ലാം പലതിനും പല ഷെയ്ഡാണ്. ഇതാ ഒരു മെറൂൺ കളർ കൂടുതലായിട്ടാണ്, യെല്ലോ വന്നിട്ട് ആ നടുക്ക് മെറൂൺ നല്ല ഭംഗിക്ക് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ള. ഈ പ്ലാന്റ് കണ്ട, ഇത് ശ്രദ്ധിച്ചാൽ ഇതിൽ നമുക്ക് വെറും യെല്ലോ, മെറൂൺ അങ്ങ് പടർന്ന് വരണില്ല. കണ്ട ഈ പ്ലാന്റ് ഇത് നോക്കുമ്പോൾ ഇതിലൊരല്പമേ ഉള്ളൂ, ചെറുതായിട്ട് മെറൂൺ ഇങ്ങനെ പടർന്ന് വരണുള്ളൂ. ഇതിലൊക്കെ നന്നായിട്ടുണ്ട്. ഇതിനകത്ത് കൂടെ നിറയെ നല്ല ഭംഗി ഈ പ്ലാന്റിനാണ്. പക്ഷെ കാണാൻ എല്ലാം ഒരുപോലെയാണ്. ചെറിയ വ്യത്യാസം മാത്രം. ഈ യെല്ലോ കളർ ഓറഞ്ച് ഇല്ലാതെ വെറും മെറൂണ് മാത്രമായിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ സീഡൊക്കെയാണ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഇതാണ് കിട്ടിയത്. പക്ഷെ എന്തായാലും നല്ല ഭംഗി, എപ്പോഴും പൂമ്പാറ്റകളൊക്കെ വന്ന് മനോഹരമാക്കുന്ന ഒരു ചെടിയാണ്. ഏത് കാലാവസ്ഥയിലും ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ഏതെങ്കിലും പ്ലാന്റ് വാങ്ങിക്കുന്ന സമയത്ത് ഈ പ്ലാന്റ്സിൻ്റെ സീഡ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറേ ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സീഡ് നമ്മൾ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെയൊക്കെ ചെയ്ത് കൊടുക്കണേ. ഓക്കേ.